റെഡി ആയില്ലല്ലോ. പിള്ളേർ നേരത്തെ ഓടിപ്പോയില്ലേ കടലിലോട്ട്, നമുക്കത് താമസിക്കാൻ പറ്റൂ. പിള്ളേർ കടലിലോട്ടൊക്കെ എടുത്ത് ചാടി എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡി ആയത്. അവരിപ്പോ കടലിലോട്ട് പോയിട്ട് ഒരു 10 മിനിറ്റിലേ ആയി കാണത്തുള്ളൂ. അവിടെ ചെന്ന് കാണുമോ? എനിക്ക് പ്രത്യേകിച്ചൊന്നും ഒരുങ്ങാനില്ല, ഡ്രസ്സ് മാത്രം ഇട്ടാൽ മതി. എന്നാ വേഗം ചെല്ല്, വേഗം ചെല്ല്. റാസാത്തി ഒന്ന് കാടാകെ നെഞ്ച്. മുടിയൊക്കെ കെട്ടി ശരിയായോ എന്തോ, ബീച്ചിൽ എന്തെങ്കിലും തലയിടാൻ വാങ്ങിക്കാം. അമ്മേ ഞാൻ റെഡി. ഇന്ന് വേഗം പാടി, പിള്ളേർ കടലിൽ നിൽക്കുവാ, പെട്ടെന്ന് വാ. അമ്മ പിന്നെ ബ്യൂട്ടി പാർലർ പോയപ്പോല്ലേ. വാ പെട്ടെന്ന് പോയി എന്റെ അമ്മയോടൊക്കെ പറയട്ടെ കാര്യം. എന്താടി ആ നിനക്കൊന്നും ഇല്ലല്ലോ, അവിടെ റെഡി ആയില്ലേ വരാന്? നമ്മളെ കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കല്ലായിരുന്നോ? ഇനി കുളിക്കുമല്ലോ നീ. അമ്മേ വരാറായില്ലേ? ഇല്ല അച്ഛൻ 7 മണിയെ കഴിയുന്നിട്ടേ വരത്തുള്ളൂ. ഞാൻ അകത്തൊക്കെ പോയി നോക്കട്ടെടി. ഇവിടെ കിടന്ന് ഉള്ള പറഞ്ഞിട്ട് കാര്യമില്ലടാ, അവള് പോയി നോക്കട്ടെ. എടാ കുട്ടുമനെ നീ എനിക്ക് ടി വി വെക്കടാ, നമുക്ക് വാർത്തയ്ക്കകത്ത് നോക്കാം ഗോഡ്സിനെ കുറിച്ച് എന്തെങ്കിലും വാർത്തയുണ്ടോന്ന്. എടാ കളിപ്പാട്ടൊക്കെ ഇട്ട് പിന്നെ കളിക്കാം, നമുക്ക് ആ ഗോഡ്സിലയുടെ വാർത്ത നോക്കാം. ഞാൻ റിമോട്ട് എടുത്തിട്ട് വാ. ആ അവള് വന്നോ? അമ്മ വരുന്ന വഴിക്കൊന്നും നമ്മൾ അവരെ കണ്ടില്ലല്ലോ. വരുന്ന വഴിക്ക് എന്നെ ആൾക്കാരെല്ലാം ഭയങ്കര ഓട്ടം മാത്രം. അല്ല സുനാമി എന്നെ വരുമോ? അതുകൊണ്ടാണ് നീ ആൾക്കാരുടെ കിടന്ന് ഓടുന്നത്. ആരോട് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നുമില്ല, എന്നെ ഓടും അല്ലാതെ. സുനാമി എന്നെ വരുമെങ്കിൽ പിള്ളേർ ഇവിടെ അങ്ങനെ നിൽക്കുമോ? അവരറിയത്ത പോലും ഇല്ല. പിള്ളേർ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കണമേ. ഓ എനിക്ക് ആകെ പടം ഭയമാകുന്നു, ഒരു മനുഷ്യനെ കാണാനും ഇല്ല. അപ്പൊ പിള്ളേർ നമ്മളെ അവിടെ കണ്ടുപിടിക്കും. കേട്ടോ ഞാനും കേട്ട്. നീ ഒന്നും വിട്ടായിരുന്നു, ശ്രദ്ധിക്കട്ടെ നമുക്ക്. അമ്മ ഇവിടെ എന്തോ സംഭവിച്ചിട്ടമ്മേ, എന്തോ കാര്യം ഒന്നും അറിയുമ്പോ ആ പിള്ളേരെ എങ്ങനെയും കണ്ടുപിടിക്കണം. നീ വേഗം മുന്നോട്ട് നടക്കാം, അവിടെ കണ്ടു നോക്കാം പിള്ളേര്. എന്തായാലും നമ്മുടെ പിള്ളേർ നമുക്ക് രക്ഷിച്ചല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് എന്തൊന്നും വേണ്ടില്ല, നീ മുന്നോട്ട് നടക്ക്. അമ്മ അവിടെ ഇല്ലമ്മേ, പിള്ളേരെ അവരവിടെ ഒന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും തിരിച്ച് വേറെ വഴിക്ക് പോകാം.
പറഞ്ഞത് ദൂരെ നിന്നേ കാണാൻ പറ്റും ആ സാധനത്തിനെ. അങ്ങനെ പിള്ളേർ എന്തായാലും അതിനെ കണ്ടിട്ട് ഓടും, അല്ല അതിന്റെ കീഴിലൊക്കെ പോയി നിൽക്കത്തില്ലല്ലോ. നീ പറഞ്ഞ ശരിയാ, നമുക്ക് നീ വേറെ വഴിക്ക് പോകാം. ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. ഇതാരാ ശാരദ ഇവിടെ ഇരിക്കുന്ന ചുരുണ്ടുകൂടി? അയ്യോ, നിങ്ങളായിരുന്നോ? ഞാൻ പേടിച്ചു പോയി. ഞാൻ വിളിച്ച് ഗോഡ്സില്ലായിരിക്കുന്നു. ഗോഡ്സില്ലയോ? അതാരാ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈ കടലിൽ നിന്നാണെങ്കിലേ ഒരു ഗോഡ്സില്ല പൊങ്ങി വന്നിട്ടുണ്ട്. അതെന്തോ സാധനം? അതിന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുതലയുടെ ലുക്കുണ്ട്, പക്ഷെ അത് നടക്കുന്ന ഒരു സാധനം ഗോഡ്സില്ല. ഞങ്ങള് കണ്ടു, നേരിട്ട് കണ്ടു, പക്ഷെ അതിന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതിന്റെ കൺവെട്ടത്തെ പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്നു ഈ പാറയുടെ ഇടയ്ക്ക്. ഞങ്ങളുടെ പിള്ളേരെ ഇവിടെ അങ്ങനെ കണ്ടോ? 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടി. ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ തെരഞ്ഞു നടക്കുക. ഇല്ല, ഞാൻ ആരെയും കണ്ടില്ല. ഞാൻ ഉള്ള സമയം ഇവിടെ ചുരുണ്ട് കൂടിയിരിക്കുക. എന്റെ മക്കളെ കിട്ടി. അയ്യോ, നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ തെരയാത്ത സ്ഥലമില്ല. ആ ഹോട്ട്സിൽ കണ്ടായിരുന്നു നിങ്ങള്? എന്റെ കുട്ടുമോൻ എവിടെ? കുട്ടുവനോ? ആന്റി വിഷമിക്കണ്ട, കുട്ടുവൻ ആന്റിയുടെ വീട്ടിലുണ്ട്. അമ്മ തെരയാൻ വേണ്ടിട്ട് അവനോട് വരാൻ പറഞ്ഞപ്പോ അവൻ വരുന്നില്ലെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് കളിച്ചോളാന്ന് പറഞ്ഞു കളിപ്പാട്ട് ഇട്ട്. പിന്നെ ഞങ്ങൾ ഓർത്ത് അവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാ. ഹോട്ട്സിലെല്ലാം വരുമെങ്കിൽ ഓടുമ്പോഴേ അവനെ മിസ്സാവുമെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവനെ കൊണ്ടുവരാൻ അവനോട് ഈ വീട്ടിൽ നിന്ന് കളിച്ചോളാൻ പറഞ്ഞു. എന്തായാലും നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, നമുക്ക് ഇവിടുന്ന് ഓടിക്കഴിഞ്ഞാലേ ആ ഗോഡ്സിലെല്ലാം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആരെയും പിടിക്കും. ചേട്ടാ, ഇനി രക്ഷപ്പെടാൻ എന്താ മാർഗം? നമുക്ക് ഈ പാറക്കകത്ത് അങ്ങനെ ഒളിച്ചിരിക്കായിരുന്നു. രാത്രി ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ പോരെ? അയ്യോ അയ്യോ, എന്ത് ചെയ്യും നമ്മളിനി? നമ്മളെ കണ്ടെന്ന് തോന്നാ ഗോഡ്സില്ല. അർജുന ഫൽഗുൻ പാർത്തൻ ഗിരിടി, അർജുന ഫൽഗുൻ പാർത്തൻ ഗിരിടി, അർജുന ഫൽഗുൻ പാർത്തൻ ഗിരിടി. പിള്ളേരെ പെട്ടെന്ന് ഇരിക്കും, പിള്ളേരെ ഇവിടെ കാണാതിരിക്കും, ഇവിടെ ഒളിച്ചിരിക്കും പിള്ളേരെ ഇവിടെ. എന്റെ പൊന്നുമോളെ, നീ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്കും. അയ്യോ, പൊട്ടുന്ന സൗണ്ട് കേട്ട്. ഓ, അങ്ങനെ ആ സാധനം എന്തോ കത്തി അമരുന്ന്. ഇത് മിലിറ്ററിയുടെ പരിപാടിയാ. എന്റെ മനുഷ്യൻ ഇനിയെങ്കിലും നിങ്ങളൊന്ന് എഴുന്നേക്ക്. എന്തോ പേടി നിങ്ങള്. അർജുനൻ ഫൽഗുനൻ പാർത്തൻ ഗിരിടി, അർജുനൻ ഫൽഗുനൻ പാർത്തൻ ഗിരിടി. അത് കത്തിപ്പോയോ? ഉറപ്പുതന്നാവോ? മനുഷ്യൻ നിങ്ങൾ ഒരാളല്ലേ, നിങ്ങൾ ഇങ്ങനെ പേടിക്കാറുണ്ട് എന്ത് ചെയ്യും? എന്തൊരു പേടിത്തോണ്ടല്ലേ നിങ്ങള്? ആ ശരി, ഞാൻ എഴുന്നേക്കാം. ഓ, രക്ഷപ്പെട്ടല്ലോ. അവന് ഇവിടെ കണി കാണാൻ പോലും ഇല്ലല്ലോ. കത്തിപ്പോകുന്നത് ഞാൻ കണ്ടില്ല, പക്ഷെ അത് പ്ലാസ്റ്റിക്കിന്റെ സൗണ്ട് കേട്ട്. ഓ, ഇനി സ്വന്തമായിട്ട് വീട്ടിൽ പോവാം. എന്റെ പൊന്നു കുട്ടപ്പനെ, നീ ഇങ്ങനെ ഇവിടെ എത്തിയത്? മോനെ, നീ വീട്ടിൽ ഇരുന്ന് കളിക്കാന്നല്ലേ ഇവര് പറഞ്ഞത്? ഓ പാവം, അവൻ യൂബർ ഓട്ടോ വിളിച്ച് വന്നതാന്ന് തോന്നുന്നു. എന്നാലും ഗോഡ്സിലുള്ളപ്പോ ഏത് യൂബറുകാരാന്ന് ഇവിടെ എത്തിയത്? നിന്നെ കൊണ്ടുവന്നേ. അപ്പൊ ഗോഡ്സിൽ പൊട്ടിത്തെറിച്ചതിന് ശേഷമായിരിക്കും അവരിവിടെ എത്തിച്ചവനെ. എന്തായാലും കുട്ടുവൻ ആള് കൊള്ളാം. എന്തായാലും